വെനിസ്വേലയ്ക്ക് ശേഷം ഗ്രീൻലൻഡും അമേരിക്ക കീഴടക്കുന്നു. ഈ ആഴ്ച തന്നെ അനക്സ് ചെയ്യുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവിച്ചത്. അദ്ദേഹം ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു, ഗ്രീൻലൻഡ് അമേരിക്കയുടെ ഭാഗമാണ്, ഈ ആഴ്ച അത് അനക്സ് ചെയ്യുമെന്നാണ്. ഇതിന് ഡെൻമാർക്ക് എതിരായി, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എതിരായി ശബ്ദിക്കുന്നത് നമുക്ക് കേട്ടു. ലോകത്തിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അമേരിക്ക ലോക പോലീസാണ്, അവരുടെ പവർ ആർക്കും കീഴടക്കാൻ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് കൃത്യമായിട്ട് വെനിസ്വേലയിലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ ന്യൂയോർക്കിലെ US ഫെഡറൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി. ആ ജഡ്ജിയുടെ അവിടെ ഒരു കേസ് 3-4 വർഷം മുമ്പ് എടുത്തിട്ടുണ്ട്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയ്ക്കെതിരായി ആ രാജ്യത്തു നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലേക്ക് ഡ്രഗ്സുകൾ കയറ്റുമതി ചെയ്യുന്നു, അതോടൊപ്പം അവർ സംരക്ഷിക്കാൻ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അവിടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തന്നെയാണ്. 18% ലോകത്തിലെ എണ്ണയുടെ ഉൽപ്പാദനം വെനിസ്വേലയിലാണ്. പക്ഷേ അവിടെ ദാരിദ്ര്യമാണ്. 2013 അവിടെ നിക്കോളാസ് മദുറോ അധികാരത്തിലേറി. അതിനുശേഷം അവരുടെ രാജ്യം ക്രമാതീതമായി ദാരിദ്ര്യത്തിലേക്ക് പോയി. അവിടുത്തെ എണ്ണയുടെ സമ്പത്ത് എങ്ങോട്ട് ഒഴുകുന്നതെന്നറിയില്ല. 80% ജനങ്ങൾ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിൽ താഴെയാണ്. ലോകത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ നശിപ്പിക്കുന്ന ഡ്രഗ്സുകൾ വരുന്നത് വെനിസ്വേലയിൽ നിന്നാണ്. ഡസൻ കണക്കുന്ന കപ്പലിൽ ഈ ഡ്രഗ്സുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് അമേരിക്ക ശ്രദ്ധിച്ചു. ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും ജനങ്ങൾ മുഴുവൻ ഡ്രഗ്സിന് അടിമകളാകുന്നതിൻ്റെ മെയിൻ സോഴ്സ് വെനിസ്വേലയാണ്. ഇതിനെതിരായിട്ട് ശക്തമായ നടപടികളും ശക്തമായ വാണിങ്ങും ഒക്കെ വെനിസ്വേലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. 2013 അധികാരത്തിലേറി നിക്കോളാസ് മദുറോ അദ്ദേഹത്തിന് വളരെയധികം വാണിംഗ് കൊടുത്തു, അനുസരിച്ചില്ല. അതിനുശേഷം US ഡിസ്ട്രിക്ട് ജഡ്ജ് ന്യൂയോർക്കിലെ അവിടെ ഒരു കേസ് ഫയൽ ചെയ്തു. ഇദ്ദേഹത്തിനെതിരായിട്ട് വാറണ്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് $3 മുതൽ $5 ബില്യൺ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. 4-5 വർഷമായിട്ട് ഒന്നും നടന്നില്ല. അമേരിക്ക തന്നെ നേരത്തെ 50ഓളം ഫ്ലൈറ്റുകൾ അങ്ങോട്ട് സഞ്ചരിച്ചു. അയാളുടെ വസതിയിൽ നിന്ന് നിക്കോളാസ് മദുറോയും അതുപോലൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ സീലിയയും അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തെന്നാണ് അദ്ദേഹം കോടതി ചോദിച്ചപ്പം പറഞ്ഞത്. തന്നെ കിഡ്നാപ്പ് ചെയ്ത് അമേരിക്ക കൊണ്ടുവന്നിരിക്കുകയാണ്. താൻ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, തന്നെയാണ് അമേരിക്ക തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ കോടതിയിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് നിലനിൽക്കുകയാണ്. ഡ്രഗ്സിൻ്റെയും വെപ്പണിൻ്റെയും കേസുകളുണ്ട്. അത് ആ കോടതിയുടെ അധികാര പരിധിയിൽ ഇദ്ദേഹത്തിന് എതിരായ വാറണ്ട് ഉള്ളതുകൊണ്ട് അവിടുന്ന് തട്ടിക്കൊണ്ട് വന്നിട്ട് ഇദ്ദേഹത്തിനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായ വ്യക്തിക്ക് ജയിൽ ആൾക്കാർ ധരിക്കുന്ന ക്രിമിനൽസിൻ്റെ ഡ്രസ്സുകൾ കൊടുത്തു അദ്ദേഹത്തിനും ഭാര്യയ്ക്കും. അദ്ദേഹത്തിനെ കോടതി മുമ്പിൽ ഹാജരാക്കി. ആ സമയത്ത് അദ്ദേഹം വെനിസ്വേലൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ കയ്യാമം വെച്ചു. അദ്ദേഹത്തിന് ജയിൽ പുള്ളിയുടെ ഡ്രസ്സ് ധരിപ്പിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ വെനിസ്വേലയുടെ പ്രസിഡൻ്റാണ്, തന്നെ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് എന്ന് ആമുഖമായി പറഞ്ഞു. ഏതായാലും ആ കോടതി കേസുണ്ട് നിങ്ങൾക്കെതിരായിട്ട്, അത് മാർച്ച് 27 എന്ന് പറഞ്ഞു. അന്ന് പോസ്റ്റ് ചെയ്തു. അതുവരെ അവിടുത്തെ സബ് ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജയിലിൽ കിടക്കും. ഭാര്യയും ഭർത്താവും അവിടെ കിടക്കും. ഇതിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഗ്രീൻലാൻഡ്. നോർത്ത് പസഫിക് സമുദ്രത്തിൽ കിടക്കുന്ന ഗ്രീൻലാൻഡ് അമേരിക്കയുടെ കാനഡയിലെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യമാണ്.
അവിടെ 57,000 ജനങ്ങളെ ആൾക്കാരേ ഉള്ളൂ. പക്ഷേ വളരെ ധാതു സമ്പത്തുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഭരണ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൻ്റെ ആധിപത്യത്തിലാണ് അവിടുത്തെ ഭരണം നടക്കുന്നത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 57,000 പേര് തന്നെയേ ഉള്ളൂ. നമ്മുടെ ഒരു പഞ്ചായത്തിലെ അത്രയും പോലും ആ രാജ്യത്ത് ആളില്ല. വളരെ വിസ്തൃതമായ രാജ്യം തന്നെയാണത്. അതേ സമയത്ത് അവിടെ 24 മണിക്കൂറും അല്ലെങ്കിൽ 365 ദിവസവും മഞ്ഞ് തന്നെയാണ്. പക്ഷേ ധാതുക്കൾ ധാരാളം ഉള്ളതുകൊണ്ട് അതിലേക്കാണ് അമേരിക്കയുടെ കണ്ണ്. പക്ഷേ അവിടുത്തെ ഭരണകാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് പല കാര്യത്തിലും ഡെൻമാർക്കിനെ ആശ്രയിച്ച് തന്നെയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. കാരണം അവിടെ ജനസംഖ്യ കുറവ്, അധ്വാനിക്കാൻ ആളില്ല. അതുകൊണ്ട് പണ്ട് മുതലേ ഡെൻമാർക്കിൻ്റെ ആധിപത്യം സ്വീകരിച്ച് ഭരണകാര്യത്തിൽ അവരുടെ സഹായം ആണ് അവിടെ ഉണ്ടാകുന്നത്. ഗ്രീൻലാൻഡിലെ പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഡെൻമാർക്ക് പറയുന്നതിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. ഈ കാര്യത്തെപ്പറ്റി UK പ്രൈം മിനിസ്റ്റർ പറഞ്ഞ അഭിപ്രായം, അദ്ദേഹം കെയർ സ്റ്റാമർ എന്ന അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഗ്രീൻലൻഡും ഡെൻമാർക്കും കൂടെ അത് തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. അമേരിക്ക അത് അനക്സ് ചെയ്യും, പിടിച്ചെടുക്കും. ആ കാര്യത്തിൽ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ, അതിനകത്ത് ഇംഗ്ലണ്ട് ഇടപെടുന്നില്ല. ലോക പോലീസായ അമേരിക്കയ്ക്കെതിരായിട്ട് ആരും ഇടപെടില്ല. അതേസമയത്ത് ഗ്രീൻലൻഡ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഇത് ഞങ്ങളും നാറ്റോ അംഗമാണ്. ആ നാറ്റോ അംഗത്തിന് അമേരിക്കയുടെ ബേസ്മെൻ്റ് എല്ലാം അവരുടെ വളരെയധികം സൈന്യങ്ങൾ ഗ്രീൻലാൻഡിലുണ്ട്. അതുകൊണ്ട് അവിടെ പ്രവേശനം അമേരിക്ക ഇപ്പം തന്നെ ഉണ്ടല്ലോ. പക്ഷേ അമേരിക്ക പറയുന്നത് കീഴടക്കും, അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായിട്ട് മാറും. വെനിസ്വേലയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവിടുത്തെ വൈസ് പ്രസിഡന്റ് അവിടെ ഇപ്പം പ്രസിഡൻ്റായിട്ട് അധികാരം ഏറ്റെടുത്തു. നോബൽ പ്രൈസ് കിട്ടിയ അവർ അമേരിക്കയുടെ പ്രസിഡന്റ് ആ നോബൽ പ്രൈസ് വാങ്ങാൻ അവരെ സഹായിക്കാം, ആ രാജ്യത്ത് നിന്ന് അവരെ നോബൽ പ്രൈസ് വാങ്ങാൻ വിടില്ല എന്ന് വെനിസ്വേലൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് ഘടകവിരുദ്ധമായി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു. അവർ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങിക്കുകയും ചെയ്തു. ഇപ്പം അവിടുത്തെ വൈസ് പ്രസിഡൻ്റായ ആൾ തന്നെ അവിടെ ഇപ്പം പ്രസിഡൻ്റ് ആയിരിക്കുകയാണ്. അതിന് അമേരിക്കയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇവർ അമേരിക്കയോട് വിധേയത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ ഗതികൾ നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും US തന്നെയാണ്. കാരണം അവരെ കീഴടക്കാൻ കഴിയില്ല. റഷ്യയും അതുപോലെ തന്നെ ചൈനയും വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്ന് പ്രതികരിച്ചെങ്കിലും അവർക്ക് നടപടികളൊന്നും ഉണ്ടാവും. അമേരിക്കയ്ക്കെതിരായിട്ട് ഒരു നടപടിയും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒരു രാഷ്ട്രം കൂടി ഗ്രീൻലാൻഡ്, അതും അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അനുസരിച്ചില്ലെങ്കിൽ അത് പിടിച്ചെടുക്കും. നാറ്റോ ശക്തികൾ, നാറ്റോ ആയുധങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്, പിടിച്ചെടുക്കാനൊന്നുമില്ല. പക്ഷേ ഡെൻമാർക്ക് അതിനോട് പ്രതികരിച്ചത് അമേരിക്ക ചെയ്യുന്നത് ശരിയല്ല, ഒരു രാഷ്ട്രത്തെയാണ് അവർ കീഴടക്കുന്നത്. അമേരിക്ക അതിന് മറുപടി പറഞ്ഞത് ഡെൻമാർക്കും അമേരിക്കയുടെ തന്നെ ഒരു അനക്സ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡെൻമാർക്കും ഗ്രീൻലൻഡും അമേരിക്കൻ സ്റ്റേറ്റിൻ്റെ ഭാഗമാകും എന്നാണ് കരുതുന്നത്.